പിണക്കത്തോടെ ഡൽഹിയിൽ നിന്ന് മടങ്ങിയ കെ സുധാകരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. കണ്ണൂർ ഹൃദയരക്തമാണ് എന്നാണ് കെ സുധാകരന്റെ ഫേസ്ബുക്കിലുള്ളത്. ഇത്തവണ കണ്ണൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകണമെന്ന് കെ സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അക്കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദവും ചെലുത്തിയിരുന്നു. എന്നാൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല. അക്കാര്യത്തിൽ ഇതുവരെയും ഹൈക്കമാൻഡ് ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. അതിനിടയിലാണ് അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് ഡൽഹിയിൽ നിന്ന് കെ സുധാകരൻ മടങ്ങിയിട്ടുള്ളത്. ഇവിടെ കണ്ണൂരിലെത്തിയതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റും വന്നിട്ടുള്ളത്. എന്താണ് പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. കെ ആർ സാജു ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സാജു, കടുത്ത അതൃപ്തി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയാണോ? കെ സുധാകരൻ മത്സരിക്കണമെന്ന ആഗ്രഹം തന്നെയല്ലേ ആ ഫേസ്ബുക്ക് പോസ്റ്റിലുമുള്ളത്? ദിവ്യ, ഡൽഹിയിൽ നിന്നും പിണക്കത്തോട് മടങ്ങിയ കെ സുധാകരൻ തന്റെ കണ്ണൂരുമായുള്ള ബന്ധം വിശദീകരിച്ചുകൊണ്ട് വൈകാരികമായ ഒരു കുറിപ്പാണ് ഇട്ടിരിക്കുന്നത്. അത് നേതൃത്വത്തിനുള്ള സന്ദേശം എന്ന നിലയ്ക്ക് നമുക്ക് എടുക്കേണ്ടി വരും. കാരണം അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചു. അതിന് ഇതുവരെ ഹൈക്കമാൻഡ് വഴങ്ങിയിട്ടില്ല. അതിലുള്ള കടുത്ത അതൃപ്തിയുമായാണ് ഡൽഹിയിൽ നിന്നും കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് കെ സുധാകരൻ. ആ കെ സുധാകരന്റെ പോസ്റ്റിങ്ങിനെയാണ് കണ്ണൂർ എന്നത് എന്റെ ഹൃദയരക്തമാണ്, കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എന്റെ മേൽവിലാസവുമാണ്, കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്നും പൊരുതി സംരക്ഷിച്ച എന്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടർന്ന് സുധാകരൻ അതിവൈകാരികമായ വാക്കുകളിലൂടെ പറയുന്നു, ഞാൻ ഉണരുമ്പോൾ എന്റെ കണ്ണിൽ തെളിയുന്നത് ജീവനും രക്തവും നൽകി നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങളാണ്. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായാട്ട് നടത്തി കൊലപ്പെടുത്തിയ എന്റെ സഹപ്രവർത്തകരുടെ ചേതനയേറ്റ മുഖവുമാണ്. തുടർന്ന് സുധാകരൻ പറഞ്ഞു വെക്കുന്നു, കണ്ണൂർ ഹൃദയരക്തം ഇറ്റുവീണ നമ്മുടെ മണ്ണാണ്, പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിന് വേണ്ടി കോൺഗ്രസിന്റെ ത്രിവർണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. എന്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, എന്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചങ്ക് പിളർന്ന വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ കെ സുധാകരൻ തലയുയർത്തി നിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. തുടർന്ന് പറയുന്നു, എന്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എന്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെയും ചിന്തിച്ചിട്ടില്ല. എന്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും, പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്നാണ് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. അവസാനത്തെ പാരഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ് ദിവ്യ. കാരണം എന്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ ഞാൻ എന്റെ വീടിനെ കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സുധാകരൻ പറയുന്നുണ്ട്, എന്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും എന്നുള്ളത്. ഇപ്പോൾ തനിക്ക് സീറ്റ് നിഷേധിക്കുന്നത് KPCC അടക്കമുള്ളവരാണ് എന്ന് സുധാകരൻ അറിയാം. KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തുള്ള സണ്ണി ജോസഫ് കെ സുധാകരന്റെ ഉറ്റ അനുയായിയായിരുന്ന കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ സന്ദേശമായി നമ്മൾ കണക്കാക്കണം. തുടർന്ന് സുധാകരൻ പറയുന്നത് ചില മുന്നറിയിപ്പായി നമുക്ക് വായിച്ചെടുക്കാനാവും. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല എന്നത് നേതൃത്വത്തിന് നൽകുന്ന കെ സുധാകരന്റെ സന്ദേശമായി നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാവുമായിരിക്കും, പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് പറയുന്നത് അതിവൈകാരികമാണ്. ഇപ്പോഴുള്ള കോൺഗ്രസിലെ MPമാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ സുധാകരന് അനുമതി ലഭിക്കാത്തതിലുള്ള അതൃപ്തി നിലനിൽക്കുകയാണ്. അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റ് നൽകാമെന്ന ഒരു ഉപാധിയും നിർദ്ദേശവും ഹൈക്കമാൻഡിന്റെ തന്നെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നാണ് കെ സുധാകരൻ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരോടൊക്കെ വിശദീകരിച്ചിരുന്നത്. സ്വാഭാവികമായും അത് ഈ ഘട്ടത്തിൽ അത് സാധിക്കാത്തതിലുള്ള അതൃപ്തിയിൽ തന്നെയാണ് കെ സുധാകരൻ ഉള്ളത്. അതും ഇപ്പോഴത്തെ കണ്ണൂരുമായി ബന്ധപ്പെട്ട ഈ പോസ്റ്റ്. ശരി, ഞാൻ സാജുവിലേക്ക് വരാം. ഇപ്പോൾ ബിജേഷ് ഗോവിന്ദനുണ്ട്. കെ സുധാകരന്റെ വീട്ടിലാണ് ബിജേഷ് ഉള്ളത്. ബിജേഷ, കെ സുധാകരൻ അവിടെ എത്തിയിരുന്നു, രാവിലെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് പിന്നാലെ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വരികയാണ്. അത് കൃത്യമായി നേതൃത്വത്തിനുള്ള സന്ദേശമാണ് നൽകുന്നത്.